വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിന് പിന്നിൽ ഉരുൾപൊട്ടലെന്ന് മുഖ്യമന്ത്രി. മണ്ണിടിച്ചിൽ ഉണ്ടായതിന് മുകളിലായി ചെറിയ രീതിയിൽ ഉരുൾപൊട്ടി. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. തുരങ്കപാതയുടെ പ്രവർത്തനം പരിശോധിക്കുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ദിലീപാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ദിലീപ്, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത്? ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതിന് തൊട്ട് മുകളിലായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നിലവിൽ പരിശോധന നടത്തുകയാണെന്നും അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള നടപടിയിലേക്ക് കടക്കുക എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തരമായി ധനസഹായം പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് 2 അന്വേഷണമാണ് നടത്തുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒട്ടനവധി കാര്യങ്ങൾ അല്ലെങ്കിൽ ഒട്ടനവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഇത്തരത്തിലുള്ള തുരങ്ക നിർമ്മാണം നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംഘത്തെയും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട അതായത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതിന് തൊട്ട് മുകളിലായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, അവിടെ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി മറ്റൊരു സംഘത്തെ നിയമിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയതും. അതോടൊപ്പം തന്നെ തുരങ്ക നിർമ്മാണം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് ഈ നിലവിൽ തുരങ്ക നിർമ്മാണം എന്തായാലും സർക്കാർ ഈ ഒരു വിഷയം പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ തുരങ്ക നിർമ്മാണവുമായി മുന്നോട്ട് പോവുക എന്നടക്കമുള്ള കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ തുരങ്ക നിർമ്മാണം നിർത്തിവെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഈ നിലവിലെ ഏറ്റവും വലിയ അപ്ഡേഷൻ എന്ന് പറയുന്നതും. എന്തായാലും നിലവിൽ ഇപ്പോൾ 3 പേരാണ് മരിച്ചിട്ടുള്ളത്. 5 പേരെ ഇനി കണ്ടെത്താനുണ്ട്. അവരെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അവരുടെ തിരച്ചിലുള്ള പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് NDRF സംഘവും അതോടൊപ്പം തന്നെ മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരും. നിലവിൽ എന്തായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകും. 11:30 മുഖ്യമന്ത്രി വിമാനത്താവളത്തിലേക്ക് പോവുക. അതിനുശേഷം അവിടെ എത്തിയതിനു ശേഷം ബാക്കി നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൗതം.